ഹായ് നമസ്കാരം. എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കബീർ ബാക്കഫി വേടൻ്റെ പാട്ടിനെ കുറിച്ച് വേടൻ്റെ പാട്ടിനെ കുറിച്ചല്ല, വേടൻ്റെ പാട്ടിന് ശശികല ടീച്ചർ കൊടുത്ത വ്യാഖ്യാനം ഒന്ന് പറയുന്നുണ്ട്. അന്ന് കേട്ട് നോക്കിട്ടോ, നല്ല രസമുണ്ട്. നമ്മുടെ സാമൂഹിക ചരിത്രത്തിൽ ഏറെ വിവാദമായ ഒരാളുണ്ട്, വേടൻ. ആ വേടന്റെ ഒരു പാട്ടുണ്ട്, കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തിയാൽ പിന്നെ പൊങ്ങൂല. അപ്പൊ ആ പാട്ടിനെ, വേടന്റെ പാട്ട് അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ വേദനകളെ എടുത്തു പറയുന്ന ഒരു ഉണർത്തുപാട്ടായിട്ടാണ് കേരളത്തിലെ പൊതുവെ കുറച്ച് വിവരവും ബോധമുള്ള ഒരു വിലയിരുത്തൽ. അപ്പോ നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്നുണ്ട്, കേരളത്തിൽ കുറെ നാളുകളായി ധാരാളം കുട്ടികളെ കാണാതെ പോയിട്ടുണ്ട്. വേടൻ പറയുന്നത് കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തിയാൽ പിന്നെ പൊന്തൂലെന്ന്. അതുകൊണ്ട് ഈ കാണാതായ കുട്ടികളെയൊക്കെ കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തുന്ന ഒരു ഗൂഢസംഘം വേടന്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പാട്ടെഴുതിയെന്ന്. ഈ വിവരക്കേട് എന്ന് പറയുന്ന ഒരു കുറവല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നി, ഇവിടെ എവിടെയൊക്കെയോ ഈ വിദ്യാരംഭം നടക്കുമ്പോ പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ നാടുകളിൽ തിരുവനന്തപുരത്ത്, എറണാകുളം, മറൈൻഡ്രൈവിൽ, കേരളത്തിലുടനീളം ജ്യൂസ് ഷോപ്പുകളുണ്ട്. അവിടെ എവിടെയൊക്കെയോ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നുണ്ട്. അല്ലേ പിന്നെ അവരങ്ങനെ എഴുതുവോ? ഒരു കവിയുടെ ഭാവനയിൽ എഴുതി തീർക്കുന്നതിന്റെ പുറകെ ഇൻവെസ്റ്റിഗേഷനുമായി പോകുന്ന ആളുകളെയൊക്കെ കാണുമ്പോ ഇവരുടെയൊക്കെ മുമ്പിൽ പഠിക്കാനിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് ചിരി വരിക. പെനാക്കത്തി കൊണ്ട് ഹരിശ്രീ കൊടുത്തിട്ടുണ്ടാവൂലോ. നമ്മൾ കേൾക്കുന്നത് എന്താണോ, നമ്മൾ കാണുന്നത് എന്താണോ, അതിനെക്കുറിച്ച് നമുക്ക് ബോധവും ബോധ്യവും ഉണ്ടാവണം. അല്ല, ബാക്കി ഉസ്താദ് ചോദിച്ച മാതിരി നമുക്ക് എന്തോ സംശയമുള്ള കേസാണ് ഈ ടീച്ചർ കുട്ടികളെ എന്താണ് പഠിപ്പിച്ചിനി എന്നുള്ളത്. ടീച്ചർ പഠിപ്പിച്ച കുട്ടികളെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും, അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ കടലിൽ കെട്ടിത്താത്തിയ പിന്നെ കിട്ടൂല എന്ന് പറയുന്ന കേസേ വ്യാഖ്യാനിച്ചിട്ടില്ലേ, മലയാളം ടീച്ചറായിക്കാരം, അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വ്യാഖ്യാനിക്കൂല. അതിന് നമ്മൾ ഉസ്താദ് വേറൊരു പാട്ടും അതിൻ്റെ വ്യാഖ്യാനവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടീച്ചറോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വേടൻ്റെ പിറകെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. വേടൻ നിങ്ങൾക്ക് എതിരെന്നെ പറയുള്ളൂ, എതിർക്കേണ്ടത് എതിർക്കന്നെ ചെയ്യും. വേടൻ്റെ രാഷ്ട്രീയത്തോട് അതിനോട് നീതി പുലർത്തുന്ന, അല്ലെങ്കിൽ അതിനിഷ്ടപ്പെടുന്ന എത്രയോ ജനത ഇവിടെ ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും. ഓൻ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടം നന്നാവും. വിദ്യാഭ്യാസമുള്ളൊരു ജനത വരട്ടെ. നിങ്ങളെ കൂട്ടർക്ക് നിങ്ങളല്ല ഇപ്പം വിദ്യാഭ്യാസം നൽകാനുള്ള ആള്, ടീച്ചറല്ലേ നിങ്ങളെ വിദ്യാഭ്യാസം നമുക്ക് മനസ്സിലായി. അപ്പോൾ വേടനെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വേടൻ്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന, അവൻ്റെ കവിതകൾ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്. ഇവർക്ക് ജാതീയതയും അല്ലെങ്കിൽ എന്താ പറയുക, ഈ വർഗീയതയൊന്നും ഇഷ്ടമല്ല. പുതുതലമുറക്ക് അതൊന്നും ഇഷ്ടമല്ല. പുതുതലമുറയുടെ വൈബ് എന്ന് പറയുന്നത് ഇതൊന്നുമില്ല. നിങ്ങളെ വൈബേനു വർഗീയത പറയാ, പണിക്ക് പോകാതെ ജീവിക്കുക എന്നുള്ള. പുതുതലമുറ എന്ന് പറയുക യോയോ. അപ്പോൾ യോയോ വൈബായോണ്ടേ നിങ്ങൾ പറയുന്ന ഒന്നും ഏൽക്കൂല. നിങ്ങൾക്ക് ഏറ്റവും നല്ല എന്ത് ചോദിച്ചാൽ പഴയ ആൾക്കാരെ പിടിച്ചാണ്ട് പഴയ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ ഷവർമ്മ ഉണ്ടല്ലോ, ഹിന്ദു ആക്കിയ ഷവർമ്മ, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ ഷാഗിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? ഓരോ സബ്ജക്റ്റ് കൊടുത്താണ്ട് ഇപ്പോൾ വേടനെടുത്ത മാതിരി കടലിൽ കെട്ടിത്താത്തിയ കിട്ടൂല. അതേമാതിരി ഷവർമ്മ ഹിന്ദു ആണ്, അവിടെ ഷവർമ്മയിൽ മുസ്ലിമും ക്രിസ്ത്യാനൊന്നും ഇല്ല, അങ്ങനെ ഒരു പൊട്ടം പറഞ്ഞല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട്, നിങ്ങളിൽ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇങ്ങനത്തെ പുതുതായി കൊണ്ടുവരുന്ന പോലെ സെലക്ട് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് നിങ്ങളെ ടീംസിനുള്ളത്. ഏതായാലും രസമായിക്കാണ്. കബീർ വാക്കഫി പറഞ്ഞുകൊണ്ട് എന്ത് വെച്ചാൽ ആളുകൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്താണ് പറഞ്ഞൊക്കെ ഉള്ളത്. ഏതായാലും താങ്ക് യു.